back to my channel, your online teacher. അപ്പോൾ ഇതുവരെ ബിസിനസ് സ്റ്റഡീസ് സി എക്സാമിന് വേണ്ടിയിട്ട് ഒന്നും പഠിക്കാത്ത ആളുകളാണ് എങ്കിൽ എല്ലാ ചാപ്റ്ററിനെ പറ്റിയിട്ടും അതിൽ നിന്ന് വരാകുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടും ഒരു ഐഡിയ വേണം എന്നുള്ള ഒരു ധൈര്യമായിട്ട് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരുന്ന് ഇത് നോക്കി പഠിക്കുക. അപ്പോൾ നമ്മുടെ സി എക്സാമിലേക്ക് നിങ്ങൾക്കൊരു ഡബിൾ പാസ് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ചോദ്യവും ഉത്തരവും ഇതിലുണ്ട് കേട്ടോ, A+കാർക്കല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്സാകണം, നല്ല മാർക്കോടുകൂടി പാസ്സാകണം എന്നുള്ളവർ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാണ്ട്. ഇത് എത്ര ലെങ്തി ആയി പോകുമെന്ന് എനിക്കറിയില്ല, കാരണം നമുക്ക് ബിസിനസ് സ്റ്റഡീസ് 11 പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആ 11 പാഠവും നമ്മൾ ഈ ഒരു വീഡിയോയിലാണ് നോക്കുന്നത്. ഒരു പരിധി വിട്ട് ഇതിൻ്റെ ലെങ്ത് കൂടിയാൽ നമ്മളിത് 2 പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. അത് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാലേ അറിയുള്ളൂ. സോ നോക്കാം. ആദ്യത്തെ പാഠമാണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിലെ ആദ്യത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടാണ് ഇതിലുള്ളത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെൻറ്റ്. 2 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. എഫിഷ്യൻസി, ഫ്യൂവൽ എഫിഷ്യൻസി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതായത് നമ്മൾ അടിച്ച പെട്രോൾ നമുക്ക് ലാഭമായോ, അതിനുള്ള വണ്ടി ഓടിയോ എന്നൊക്കെ, അതല്ലേ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് എഫിഷ്യൻസി. ഓക്കെ, എഫിഷ്യൻസി മീൻസ് അച്ചീവിങ് ദ ടാർഗറ്റ് വിത്ത് മിനിമം കോസ്റ്റ്. കുറഞ്ഞ ചെലവിൽ ഒരു കാര്യം ചെയ്തു തീർക്കുന്നതാണ് എഫിഷ്യൻസി, കാര്യക്ഷമത. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ. ഓക്കെ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കറക്റ്റ് സമയത്ത് ഒരു കാര്യം ചെയ്തു തീർക്കുന്നതാണ് എഫക്റ്റീവ്നെസ്, കുറഞ്ഞ ചിലവിൽ ഒരു കാര്യം ചെയ്തു തീർക്കുന്നതാണ് എഫിഷ്യൻസി. രണ്ടാമത്തെ ചോദ്യമാണ് ലിസ്റ്റ് ഔട്ട് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ട്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയാണ് വരുന്നത്? അതിൽ വരുന്നതാണ് സർവൈവൽ, എങ്ങനെയെങ്കിലും ഒന്ന് നിലനിന്ന് പോകണം, മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണം എന്നുള്ളത്. പിന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യണമെന്നുണ്ടാകും. പിന്നെ എന്താണ്, കുറച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത്, ബിസിനസ്സിൻ്റെ ഗ്രോത്തൊക്കെ ഇവരുടെ ലക്ഷ്യമായിട്ട് വരും. ദെൻ സോഷ്യൽ ഒബ്ജക്റ്റീവ്. സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ നീഡ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. സോഷ്യൽ നീഡ്സ് അതായത് സൊസൈറ്റിയിലാണ് ഒരു ബിസിനസ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സൊസൈറ്റി ബിസിനസ്സിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അതെല്ലാം ചെയ്തു കൊടുക്കലാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അതായത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം വരുന്ന സമയത്ത് റിലീഫ് ഫണ്ടുകളൊക്കെ കൊടുക്കുക, ധനസഹായങ്ങൾ കൊടുക്കുക, ഇതൊക്കെ. ദെൻ പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ ആളുകൾ ജോയിൻ ചെയ്യുന്നത് അവരുടെ പലതരത്തിലുള്ള പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. വീട് വെക്കണം, കാറ് വാങ്ങിക്കണം, അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവുകൾ നേടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പേഴ്സണൽ ഒബ്ജക്റ്റീവും ഇവിടെ നിന്നുകൊണ്ട് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നേടാൻ വേണ്ടിയിട്ട് പറ്റണം. അടുത്തത് സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണ്. അങ്ങനെ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പ്രൊഫഷന് എന്തുണ്ട്? വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. അതായത് അതിൻ്റെ എക്സ്പേർട്സ് എഴുതിയിട്ടുള്ള ബുക്കുകളൊക്കെ ഉണ്ടാകുമല്ലോ, ലിറ്ററേച്ചർ വർക്ക്സ് ഉണ്ടാകുമല്ലോ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് എഴുതിയത്, അതുണ്ടാവും. റെസ്ട്രിക്റ്റഡ് എൻട്രി. പ്രൊഫഷന് റെസ്ട്രിക്റ്റഡ് എൻട്രി ഉണ്ടല്ലോ. പ്രൊഫഷൻ ആകണമെങ്കിൽ ഒരു ടീച്ചർ ആകണം അല്ലെങ്കിൽ ഡോക്ടർ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എക്സാം എഴുതി പാസ്സാകണം അല്ലേ. പക്ഷെ മാനേജ്മെൻറ്റിന് റെസ്ട്രിക്റ്റഡ് എൻട്രി ഉണ്ടോ? ഇല്ല. ഒരു മാനേജർ ആകാൻ എക്സാം എഴുതി പാസ്സാകണം എന്നൊന്നുമില്ല. ദെൻ പ്രൊഫഷണൽ അസോസിയേഷൻ. ഇപ്പോൾ അഡ്വക്കേറ്റ്സിനാണെങ്കിൽ ബാർ കൗൺസിൽ ഉണ്ട്. അങ്ങനെ ഓരോ പ്രൊഫഷനും അവരുടേതായ പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്. മാനേജ്മെൻറ്റിനും അതേപോലെയുണ്ട്. ദെൻ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്റ്റ്. അതായത് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഫോളോ ചെയ്യുന്ന ചില ബിഹേവിയേഴ്സ് പാറ്റേൺ ആണ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, അഡ്വക്കേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത്, വാദിക്കുന്ന സമയത്ത് അവർ ബ്ലാക്ക് കോട്ട് ധരിക്കുമല്ലോ, അത് ആ കോഡ് ഓഫ് കണ്ടക്റ്റിൽ വരുന്നതാണ്. അത് ആ പ്രൊഫഷണൽ അസോസിയേഷനാണ് ആ കോഡ് ഓഫ് കണ്ടക്റ്റ് ഇറക്കുന്നത്. ദെൻ സർവീസ് മോട്ടീവ്. ഇതും മാനേജ്മെൻറ്റിൽ വരില്ല. കാരണം എന്താണ്, സർവീസ് മോട്ടീവ്, പ്രൊഫഷൻ്റെ ഉദ്ദേശം സർവീസ് മോട്ടീവാണ്, ഫീസാണ് അവർക്ക് കിട്ടുന്നത്. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്താണ്? ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്, പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചർ വരുന്നത്. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. ഇനി മിസ്റ്റർ റോഷൻ ഈസ് വർക്കിംഗ് ആസ് എ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഐഡൻറ്റിഫൈ ദ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഹി ബിലോങ്സ്. സോ സൂപ്പർവൈസർ ഏത് ലെവലിൽ വരും? ലോവർ ലെവലിലാണ് സൂപ്പർവൈസർ, ഫോർമാൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നത്. ഓക്കെ, ദെൻ ടോപ്പ് ലെവലിൽ വരുന്നതാണ് CEO, CFO,
ജനറൽ മാനേജർ ഒക്കെ. ദെൻ മിഡിൽ ലെവലിൽ വരുന്നതാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഹെഡ്, അതായത് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർ, ദെൻ മാർക്കറ്റിങ്ങിൻ്റെ മാനേജർ, അങ്ങനെയുള്ള ആളുകളൊക്കെ. സോ ദെൻ നമ്മളോട് ലിസ്റ്റ് ഓഫ് ദ ഫങ്ഷൻസ് ടു ബി പെർഫോംഡ് ബൈ ഹിം. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പ്ലാനിങ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അതാത് ദിവസത്തെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുക. അസൈൻ ജോബ്സ് ആൻഡ് ടാസ്ക് ടു വർക്കേഴ്സ്, ഓരോ ജോലിക്കാരും എന്ത് ജോലിയാണ് ചെയ്ത് തീർക്കേണ്ടതെന്നുള്ള ജോലി അസൈൻ ചെയ്ത് കൊടുക്കുക. റിപ്പോർട്ടിംഗ് ഫീഡ്ബാക്ക് ടു ഹയർ ലെവൽ, ഹയർ ലെവലിലേക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക. പേഴ്സണൽ കോൺടാക്ട് വിത്ത് എംപ്ലോയീസ്, എംപ്ലോയീസുമായിട്ട് പേഴ്സണൽ കോൺടാക്ട് വരുന്നത് സൂപ്പർവൈസർക്കാണ്. ലിങ്ക് ബിറ്റ്വീൻ മിഡിൽ ലെവൽ ആൻഡ് വർക്കേഴ്സ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിലുള്ള ലിങ്ക് എന്ന് പറയുന്നത് ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. പ്രൊവൈഡിങ് ഓൺ ദി ജോബ് ട്രെയിനിങ് ടു വർക്കേഴ്സ്, വർക്കേഴ്സിന് വേണ്ട ഓൺ ദി ജോബ് ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെ എന്താണ്? ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്. ദെൻ കോർഡിനേഷൻ ഇസ് എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഡു യു എഗ്രി? സ്റ്റേറ്റ് ദ റീസൺ. കോർഡിനേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് എസൻസ് ആണ്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? യെസ്, നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ ലെവൽസിലും കോർഡിനേഷൻ ആവശ്യമാണ്. എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും എല്ലാ ഫങ്ഷനിലും കോർഡിനേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ ഇസ് കൺസിഡേർഡ് ആസ് എ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ദെൻ പോളിസി ഫോർമുലേഷൻ ഇസ് എ ഫങ്ഷൻ ഓഫ് ഡാഷ്. പോളിസി ഫോർമുലേറ്റ് ചെയ്യുക എന്നത് ആരുടെ ഇതാണ്? പോളിസി ആരുണ്ടാക്കുന്നത്? ടോപ്പ് ലെവലാണ് പോളിസി ഉണ്ടാക്കുന്നത്. അത് നടപ്പിൽ വരുത്തുന്നത് മിഡിൽ ലെവലാണ് അത് നടപ്പിൽ വരുത്തുന്നത് കേട്ടോ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത് പറഞ്ഞു. അപ്പോൾ അതല്ലാത്തത് സോഷ്യൽ വെൽഫെയർ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പാഠം നോക്കാം. വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ബിലോങ്സ് ടു. വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് ഓഫ് ഡയറക്ഷനുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. വൺ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ അത് ഏതിൽ വരും? വൺ സൂപ്പർവൈസർ വരുന്നത് യൂണിറ്റി ഓഫ് കമാൻഡിലാണ് കേട്ടോ. യൂണിറ്റി ഓഫ് കമാൻഡ്, അതിലാണ് വൺ സൂപ്പർവൈസർ വരുന്നത്. മാത്സ് ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്നത് എസ്പിരിറ്റ് ഡീകോപ്സ് ആണ്. ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഒബീഡിയൻസ് അവിടെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഡിവിഷൻ ഓഫ് വർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? വർക്ക് ചെറുതായി ഡിവൈഡ് ചെയ്യുന്നത് സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണ്? സുപ്പീരിയറുടെ അടുത്ത് നിന്ന് മാത്രം ഓർഡർ സ്വീകരിക്കുന്നത്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്താണ്? വൺ ഹെഡ് വൺ പ്ലാൻ ആണ്. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ദ ടു പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ രണ്ട് പ്രിൻസിപ്പിൾസ്. ഒന്ന് സയൻസ് നോട്ട് റൂൾ ഓഫ് തം, അതായത് നമ്മൾ എപ്പോഴും ബിസിനസ് മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യുന്നത് സയൻസ് ആണ്, റൂൾ ഓഫ് തം അല്ല. ഹാർമണി നോട്ട് ഡിസ്കോഡ്, അതായത് മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിലൊരു ഹാർമണിയാണ്, സഹകരണമാണ് വേണ്ടത്, അല്ല ഒത്തൊരുമയാണ് വേണ്ടത്, അതല്ലാതെ കോൺഫ്ലിക്റ്റ് അല്ല, പ്രശ്നങ്ങളല്ല. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, അതും അതിൻ്റെ ബാലൻസ് ആണ്. അതായത് കോപ്പറേഷൻ ഒരു ഒത്തൊരുമയാണ് വേണ്ടത്. ഒറ്റക്കൊറ്റയ്ക്ക് നിന്ന് നേടാൻ നോക്കുന്നതിനേക്കാളും ഒരു ടീമായിട്ട് നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനാണ് നോക്കേണ്ടത്. ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെക്റ്റ് ഓഫ് വർക്കേഴ്സ്, വർക്കേഴ്സിൻ്റെ കഴിവുകൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം കൊടുക്കണമെന്നുള്ളതാണ് ആ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡ്രോ എ ചാർട്ട് ഷോയിങ് ദ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫാക്ടറി മാനേജർ, അയാളുടെ കീഴിൽ പ്ലാനിങ് ഇൻചാർജ്, പ്രൊഡക്ഷൻ ഇൻചാർജ് ഉണ്ടാകും. പ്ലാനിങ് ഇൻചാർജിന് കീഴിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കും, എങ്ങനെയൊക്കെയാണ് ആക്ടിവിറ്റീസ് ഏത് രീതിക്കാണ് ചെയ്യേണ്ടത് ആ റൂട്ട് പറഞ്ഞു കൊടുക്കാൻ റൂട്ട് ക്ലർക്ക് ഉണ്ടാകും. ടൈം ആൻഡ് കോസ്റ്റ്, ഓരോ ജോലിക്കും എത്ര സമയം എത്ര ചിലവ് വന്നു എന്നുള്ള ടൈം ആൻഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ഉണ്ടാകും. അവിടെ ഡിസിപ്ലിൻ ഉറപ്പുവരുത്താൻ ഡിസിപ്ലിനറിയൻ ഉണ്ടാകും. ഈ 4 പേരും ഒരു വർക്കറിനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ ഈ 4 പേരും സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇൻചാർജിൻ്റെ കീഴിൽ സ്പീഡ് ബോസ്, ജോലി അവർ വരുമ്പോൾ തന്നെ എന്താണ് അപ് ടു ഡേറ്റ് ആയിട്ട് ജോലി കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ സ്പീഡ് ബോസ്. ഗ്യാങ് ബോസ്, അതായത് മെഷീൻസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കാൻ. റിപ്പയർ ബോസ്, മെഷീൻസിന് എന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ അത് ശരിയാക്കാനും. ക്വാളിറ്റി, ജോലിയുടെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ ഇൻസ്പെക്ടർ ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ ഒരു വർക്കറിനെ 8 പേര് ചേർന്നിട്ടായിരിക്കും സൂപ്പർവൈസ് ചെയ്യുന്നത്. ദെൻ ഹെൻറി ഫയലിൻ്റെ ഏതെങ്കിലും 8 പ്രിൻസിപ്പിൾസ് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം. ഡിവിഷൻ ഓഫ് വർക്ക്, ഡിവിഷൻ ഓഫ് വർക്കിൽ എന്താ പറയുന്നത്? സ്മോൾ ടാസ്ക്, ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ജോലികളെല്ലാം ഡിവൈഡ് ചെയ്യണം. അതിലൂടെ സ്പെഷ്യലൈസേഷൻ നേടാൻ സാധിക്കും. ഓക്കെ, ഏറ്റവും സിമ്പിളാക്കി പറഞ്ഞു തരുന്നതാണ്.
ദെൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ പവർ എന്നാണ് അർത്ഥം, ഓർഡേഴ്സ് ഇടാനുള്ള പവറും. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒബ്ലിഗേഷൻ ആണ്, ബാധ്യതയാണ്, അത് ചെയ്തു തീർക്കാനുള്ള ബാധ്യതയും. ഡിസിപ്ലിൻ, അതൊരു സ്ഥാപനത്തിൽ ഡിസിപ്ലിൻ ഉറപ്പുവരുത്താൻ വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണമെന്നാണ് പറയുന്നത്. യൂണിറ്റി ഓഫ് കമാൻഡ്, ഒരു സുപ്പീരിയറുടെ അടുത്തുനിന്ന് മാത്രമാണ് ഓർഡേഴ്സ് സ്വീകരിക്കാമുള്ളൂ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, എല്ലാവരും വൺ ഹെഡ് വൺ പ്ലാൻ എന്ന് ആ ഒരു രീതിക്കായിരിക്കണം പോകേണ്ടത്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, ഒരാളുടെ പേഴ്സണൽ ആവശ്യങ്ങളെക്കാട്ടിലും താല്പര്യങ്ങളെക്കാട്ടിലും ജനറൽ ഇൻട്രസ്റ്റ്, അതായത് ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരും ഉണ്ടാവേണ്ടത്. ദെൻ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസിന് ഫെയർ ആയിട്ടുള്ള വേജസ് കൊടുക്കണം. ദെൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ കുറച്ച് പേര് ചേർന്ന് തീരുമാനം എടുക്കുന്നു, ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ കുറേ പേര് ചേർന്ന് തീരുമാനം എടുക്കുന്നു. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഏതാ വേണ്ടത്, സെൻട്രലൈസേഷൻ വേണോ ഡീസെൻട്രലൈസേഷൻ വേണോ എന്നുള്ളത് തീരുമാനിക്കണം. ദെൻ സ്കെലാർ ചെയിൻ, ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യേണ്ടത് എന്നാണ് അതിൽ പറയുന്നത്. ടോപ്പിൽ നിന്ന് ലോവർ ലെവലിലേക്ക് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ആകുന്നു എന്നാണ് അതിലുള്ളത്. ദെൻ ഓർഡർ, ഒരു സ്ഥാപനത്തിലെ എല്ലാ കാര്യങ്ങൾക്കും മെറ്റീരിയൽ എല്ലാ കാര്യങ്ങൾക്കും ഓർഡർ വേണമെന്ന് അതിൽ പറയുന്നു. ഇക്വിറ്റി, എല്ലാവരും ഒരേപോലെ കാണും, ഡിസ്ക്രിമിനേഷൻ പാടില്ല. സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, ജോലിക്കാർ പിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എപ്പോഴും ട്രാൻസ്ഫറുകളൊന്നും കൊടുക്കാതിരിക്കുക. ഇനീഷ്യേറ്റീവ്, ആരെങ്കിലും ഒരാൾ മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എപ്പോഴും മാനേജ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് പ്രോത്സാഹിപ്പിക്കണം. എസ്പ്രിറ്റ് ഡി കോപ്സ്, ഒരു ടീം സ്പിരിറ്റ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ മാനേജ്മെൻറ്റ് ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ പാഠം ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് അതിൽ നോക്കാം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ആയി. അത് ഏത് എൻവയോൺമെൻറ്റിലാണ് വരുന്നത്, സോഷ്യൽ എൻവയോൺമെൻറ്റിലാണ് വരുന്നത്. ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിനെ ടെക്നിക്കൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ, ലീഗൽ, എക്കണോമിക് എന്ന് പറഞ്ഞിട്ട് 5 തരം തിരിച്ചിട്ടുണ്ട്. സോഷ്യലിലാണ് ഇൻക്രീസ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വരുന്നത്. ഹെവി ഡിമാൻഡ് ഫോർ ഫാസ്റ്റ് ഫുഡ് ഇൻ കേരള ഡ്യൂ ടു ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ. എക്സ്പ്ലെയിൻ ദ ബിസിനസ് എൻവയോൺമെൻറ്റ് അഫക്റ്റഡ് ഹിയർ. അതായത് ആളുകൾ ലൈഫ് സ്റ്റൈൽ മാറിയതുകൊണ്ട് കേരളത്തിലെ ആളുകൾ കൂടുതൽ ഫാസ്റ്റ് ഫുഡ് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അത് ഇതിൽ സോഷ്യലിൽ വരാം. ടെക്നോളജിക്കലിൽ വരുന്നത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്നോവേഷൻസ് ഒക്കെയാണ് വരുന്നത്, പുതിയ ടെക്നോളജി. പൊളിറ്റിക്കലിൽ വരുന്നതാണ് ഗവൺമെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾ, ഗവൺമെൻറ്റിന് ബിസിനസ്സിനോടുള്ള താല്പര്യമൊക്കെ. സോഷ്യലിൽ വരുന്നതാണ് ഫാഷൻ, ട്രെൻഡ്, കസ്റ്റംസ്, ട്രഡീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ലീഗലിൽ വരുന്ന എല്ലാ തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എക്കണോമിക്കൽ വരുന്നത് ഇൻഫ്ലേഷൻ റേറ്റ്, GDP, എക്കണോമിക് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊക്കെ. ഓക്കെ, ഡിമോണിറ്റൈസേഷൻ ആണെന്ന് ചോദിക്കാറില്ല. LPGയുടെ ഫുൾ ഫോം പഠിക്കണം. LPG എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ, P എന്ന് പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ, G എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ അൺനെസസറി, അനാവശ്യമായിട്ടുള്ള കൺട്രോളുകളിൽ നിന്നും റെസ്ട്രിക്ഷനുകളിൽ നിന്നെല്ലാം ഇന്ത്യയെ ഫ്രീ ആക്കി വിടുക, അതാണ് ലിബറലൈസേഷൻ. പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ റോള് കൊടുക്കുക, പബ്ലിക് സെക്ടറിന് റോള് കുറയ്ക്കുക. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് ഒരൊറ്റ എക്കോണമി എന്ന രീതിയിൽ നിൽക്കുക, അതാണ് ഗ്ലോബലൈസേഷൻ. 4ാമത്തെ പാഠം പ്ലാനിങ്. പ്ലാനിങ്ങിൽ പറയുന്നത് ഒരു ഫേം അതിൻ്റെ സെയിൽസ് 50% കൂട്ടാൻ തീരുമാനിച്ചു. ഇത് ഏത് ടൈപ്പ് ഓഫ് പ്ലാൻ ആണ്? സെയിൽ കൂട്ടുക എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുക, ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ലേ, ഒരു സംഭവം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒബ്ജക്റ്റീവാണ്. ഇനി പ്ലാൻസ് ആർ ഫോർമുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൻ അസംഷൻസ്. അസംഷൻസ് എടുക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? പ്ലാനിങ് പ്രിമൈസസ് എന്നാണ് പറയുന്നത്. ദെൻ എന്താണ് പ്ലാനിങ്? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, എന്ത് ചെയ്യണം, വെൻ ഈസ് ടു ബി ഡൺ, എപ്പോൾ ചെയ്യണം, ഹൗ ഈസ് ടു ബി ഡൺ, എങ്ങനെ ചെയ്യണം, ബൈ ഹൂം ഈസ് ടു ബി ഡൺ, ആര് ചെയ്യണം എന്നുള്ളത് നേരത്തെ തീരുമാനിക്കലാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിങ് പ്ലാനും എന്താണ്? സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ വൺ ടൈം ഇവന്റ്, ഒറ്റ തവണ മാത്രം നടക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്ലാനാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ബഡ്ജറ്റ്, പ്രോഗ്രാം, പ്രോജക്റ്റ്. സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ റെക്കറിങ് ആകുന്ന, റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പ്ലാനാണ്. അപ്പോൾ അതെന്ന് പറയുന്നതാണ് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്, റൂൾസ് ഒക്കെ. ഓക്കെ, ദെൻ 5 ടൈപ്പ് ഓഫ് പ്ലാൻസ്. അതിപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നേടിയെടുക്കേണ്ട ഗോളാണ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആ ഗോൾ നേടിയെടുക്കാൻ വേണ്ട കോംപ്രഹെൻസീവ് പ്ലാൻ ആണ്. ഓക്കെ,
പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈഡ് ലൈൻസ് ആണ്. ദെൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റൂൾസ് എന്ന് പറയുന്നത് അവിടെ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കൊരു ടാസ്ക് ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതും. ദെൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് മണിയുടെ രൂപത്തിൽ ന്യൂമറിക്കൽ ടേംസിൽ എഴുതുന്നതാണ് ബഡ്ജറ്റ്. ഓക്കെ. ദെൻ അഞ്ചാമത്തെ പാഠം ഓർഗനൈസിങ്. ഓർഗനൈസിങ്ങിൽ എന്താ പറയുന്നത്? ദ ഫോം ഓഫ് ഓർഗനൈസേഷൻ ഇസ് നോൺ ആസ് റൂമേഴ്സ്. റൂമർ പരത്തുന്നത് ഏത് ഓർഗനൈസേഷനാണ്? ഇൻഫോർമൽ ഓർഗനൈസേഷനാണ് കേട്ടോ. അതായത് ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ല, അവരെല്ലാം ഇങ്ങനെ ഓരോ ഗോസിപ്പുകളൊക്കെ പറഞ്ഞ് പരത്തുന്നത്, അതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ദെൻ ആൻസറബിലിറ്റി ഫോർ ദ ഫൈനൽ ഔട്ട്കം. അതെന്താണ്? നമ്മൾ ഏൽപ്പിച്ചൊരു കാര്യം അത് നമ്മൾ ചെയ്തു, അത് സബ്മിറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ ആ ഒരു റിസൾട്ടിനോടുള്ളൊരു എന്താ പറയുക, റെസ്പോൺസിബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല, ആൻസറബിലിറ്റി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ആൻസറബിലിറ്റി ആണ്, അതിനോട് ഉത്തരം പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. അതെന്താണ്? അതിന് പറയുന്ന പേരെന്താണ്? അക്കൗണ്ടബിലിറ്റി. സോ അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ ആൻസറബിലിറ്റി ഫോർ ദ ഫൈനൽ ഔട്ട്കം ഓഫ് ദ അസൈൻഡ് ടാസ്ക്. then എന്താണ് ഓർഗനൈസിങ്? ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ്, കണ്ടുപിടിക്കലും ഗ്രൂപ്പ് ചെയ്യലും വേരിയസ് ആക്ടിവിറ്റീസ് ആൻഡ് ബ്രിങ്ങിങ് ടുഗെദർ, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും ഒന്നിപ്പിച്ച് കൊണ്ടുവരികയും അതിലൂടെ ഗോളുകൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസിങ്. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏൽപ്പിച്ചൊരു കാര്യം എന്ത് ചെയ്യണം, അത് മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പവർ കൊടുക്കുക. എന്നെ ഏൽപ്പിച്ചൊരു കാര്യം എൻ്റെ കീഴിലുള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നു, അയാൾക്ക് ചെയ്യാൻ വേണ്ട പവറും ഒക്കെ ഞാൻ കൊടുക്കുകയാണ്. അതാണ് മുകളിൽ നിന്ന് താഴേക്ക് ഡൗൺവേർഡ് ട്രാൻസ്ഫറാണ് ഡെലിഗേഷൻ ഉണ്ടാക്കുക. അതേസമയം ഡീസെൻട്രലൈസേഷൻ എന്താണ്? ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഒരാൾക്ക് മാത്രം ഒരു പവർ കൊടുക്കുന്നതാണ് ഡെലിഗേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഓർഗനൈസേഷൻ മുഴുവനും എല്ലാവർക്കും പവർ കിട്ടുകയാണ്, താഴേക്ക് അതോറിറ്റി കിട്ടുന്നതാണ് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ. ദെൻ അതോറിറ്റി, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? 1 അതോറിറ്റി, 2 റെസ്പോൺസിബിലിറ്റി, 3 അക്കൗണ്ടബിലിറ്റി. ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഓർഗനൈസിങ് സ്പെഷ്യലൈസേഷന് സഹായിക്കും. സുപ്പീരിയർ സബോർഡിനേറ്റ് എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ക്ലാരിറ്റി ഉണ്ടാക്കാൻ സഹായിക്കും. റിസോഴ്സസ് ഒപ്റ്റിമമായിട്ട് ഉപയോഗിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ മാറ്റങ്ങൾ അനുസരിച്ചിട്ട് ഓർഗനൈസേഷനിൽ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കും. എഫക്റ്റീവ് കൺട്രോളിങ്ങിന് സഹായിക്കും. ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ വെച്ചാൽ എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കും. എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്, വളർച്ചയ്ക്കും നമ്മുടെ ബിസിനസ് വ്യാപിപ്പിക്കാനും സഹായിക്കും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ടതാണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു സ്ഥാപനത്തിലെ ആളുകൾ ജോലിക്കാർ തമ്മിൽ വർത്തമാനമൊക്കെ പറഞ്ഞു വന്ന് അങ്ങനെ അവർ തമ്മിൽ സിങ്കായ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ തുടങ്ങില്ലേ, അതാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ഉള്ളിൽ നിന്നുണ്ടായി വരുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ദെൻ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് റൂൾസ് പോളിസീസിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്, പക്ഷേ ഇൻഫോർമൽ സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ റൂൾസ് ഉണ്ട്, ഇവിടെ അങ്ങനെ ഫോളോ ചെയ്യേണ്ട ബിഹേവിയർ പാറ്റേൺ ഒന്നുമില്ല. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സ്കലാർച്ചയിലൂടെയാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ആർക്കും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫോർമൽ ഓർഗനൈസേഷൻ കുറച്ചും കൂടി റഫാണ്, റിജിഡാണ്, പക്ഷേ ഇൻഫോർമൽ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. ഫോർമൽ ഓർഗനൈസേഷനിലെ ലീഡേഴ്സ് എപ്പോഴും മാനേജേഴ്സ് ആയിരിക്കും, പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ലീഡേഴ്സ് മാനേജർ ആവണമെന്നില്ല, ആ ഗ്രൂപ്പ് തീരുമാനിക്കുന്ന ആളായിരിക്കും അതിൻ്റെ ലീഡറായിട്ട് വരാം. Then write the difference between functional structure and divisional structure. ഫങ്ഷണൽ സ്ട്രക്ചർ ഉണ്ടായിട്ടുള്ളത് ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഡിവിഷണൽ സ്ട്രക്ചർ പ്രൊഡക്റ്റ് ലൈൻ്റെ അടിസ്ഥാനത്തിലുമാണ്. ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഒരാൾക്ക് ആ മാനേജർ അതിൽ ഫങ്ഷനിലാണ് സ്പെഷ്യലൈസ്ഡ് ആയി പോകുന്നത്, പക്ഷേ ഡിവിഷണൽ സ്ട്രക്ചറിൽ വരുമ്പോൾ ഒരു പ്രൊഡക്റ്റിൽ അയാൾ സ്പെഷ്യലൈസ്ഡ് ആകാണ്. ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഒരു റെസ്പോൺസിബിലിറ്റി, ഏതിൽ നിന്നാണ് ലാഭം കുറവ് കൂടുതൽ എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിക്സ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ ഡിവിഷനിൽ എളുപ്പമാണ്. ദെൻ ഫങ്ഷണൽ സ്ട്രക്ചറിൽ മാനേജറിയൽ ഡെവലപ്മെൻറ്റ് ഡിഫിക്കൽട്ടാണ്, ഡിവിഷണൽ സ്ട്രക്ചറിൽ അത് ഈസിയാണ്. ഫങ്ഷണൽ സ്ട്രക്ചറിൽ ചിലവ് കുറവാണ്, പക്ഷേ ഡിവിഷണൽ ചിലവ് കൂടുതലാണ്. മൾട്ടി പ്രോഡക്റ്റ് കമ്പനിക്ക് ഫങ്ഷണൽ സ്ട്രക്ചർ ബുദ്ധിമുട്ടായിട്ട് വരും, പക്ഷേ ഡിവിഷണൽ സ്ട്രക്ചർ ഒരു മൾട്ടി പ്രോഡക്റ്റ് കമ്പനിക്ക് എളുപ്പമാണ്.
ദെൻ ഫോർമൽ ഓർഗനൈസേഷൻ എന്താണ്, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്താണ്. ഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ. മെറിറ്റ്സ് പറഞ്ഞാൽ ഈ ഡിഫറൻസിൽ നിന്ന് തന്നെ എടുത്ത് പറഞ്ഞാൽ മതി. റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ എളുപ്പമുണ്ട്, വർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആവില്ല, ഒരു ആളുടെ അടുത്തത് മാത്രം ഓർഡർ സ്വീകരിച്ചാൽ മതി, ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പ്രൊസീജിയറിൽ ഡിലേ വരും, ഓരോരുത്തർ തീരുമാനം എടുത്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും. പിന്നെ അവിടെ ക്രിയേറ്റിവിറ്റിക്ക് യാതൊരു സ്കോപ്പും ഇല്ല. കൂടുതൽ ആ സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ആളുകൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വീഡിയോ നമുക്ക് ഇത്ര 5 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് നിർത്താം. ബാക്കി 6 ചാപ്റ്റേഴ്സ് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എക്സാം എഴുതുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. താങ്ക്